ഏവർക്കും ഒരിക്കൽ കൂടെ അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. വണ്ണം കുറയ്ക്കണോ? ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ആദ്യം സ്ട്രെസ് കുറയ്ക്കണം. വണ്ണവും സ്ട്രെസ്സും കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടോ? ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ഇവ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. വണ്ണം കുറയ്ക്കുന്നതും സ്ട്രെസ് കുറയ്ക്കുന്നതും ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്ന കാര്യമാണ്. ആരോഗ്യമുള്ള ജീവിതശൈലിയും ഭക്ഷണക്രമവും ഉണ്ടെങ്കിൽ ഇത് രണ്ടും സാധ്യമാകുകയുള്ളൂ. വണ്ണം കുറയ്ക്കുകയും അതിനൊപ്പം തന്നെ സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്ന ചില ശീലങ്ങൾ പരിചയപ്പെടാം. ഒന്നാമതായി തന്നെ സന്തുലിതമായ ആഹാരം. ആരോഗ്യദായകമായ പല പോഷകങ്ങളും ഉൾപ്പെടുന്ന ആഹാരം ശീലിക്കുക. പലതരം പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീൻ, ആരോഗ്യദായകമായ കൊഴുപ്പ് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്ന ജീവകങ്ങളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും ഇത്തരം ആഹാരങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റുകൾ. സാധാരണയായി കാർബോഹൈഡ്രേറ്റുകൾ വണ്ണം കൂട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ ഓട്സ്, കിനോവ, തവിട്ടരി എന്നിവ പോലെയുള്ള സങ്കീർണ ഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ കടല, പരിപ്പ്, ബീൻസ് എന്നിവയിലുള്ള കാർബോഹൈഡ്രേറ്റുകളും ശരീരത്തിന് നല്ലതാണ്. അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. ശരീരത്തിന് അമിതമായ എനർജി നൽകുകയും ചെയ്യും. ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് അമിതമായി കൂടുകയുമില്ല. സ്ട്രെസ് ഉണ്ടാകാനും ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുമുള്ള ഒരു കാരണമാണ് രക്തത്തിലെ അധിക പഞ്ചസാര. ആരോഗ്യദായകമായ കൊഴുപ്പ്. അവക്കാഡോ, അണ്ടിപ്പരിപ്പ്, ബദാം, വാൾനട്ട് തുടങ്ങിയ നട്ട്സുകൾ, ഒലിവ് ഓയിൽ എന്നിവ ശരീരത്തിന് ഗുണം ചെയ്യുന്ന കൊഴുപ്പുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ കൊഴുപ്പ് നമ്മുടെ മൂഡിനെ നിയന്ത്രിക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും പെട്ടെന്ന് വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ചെയ്യും. അവ വീക്കം കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കുകയും ചെയ്യുന്നതാണ്. പ്രോട്ടീൻ ഭക്ഷണങ്ങൾ. ആഹാരത്തിൽ ശരീരത്തിന് ആവശ്യമായ അളവിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും വയറ് പെട്ടെന്ന് നിറഞ്ഞതായി തോന്നിക്കാനും സഹായിക്കും. കോഴിയിറച്ചി, മീൻ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പയറുകൾ, സോയാബീൻ തുടങ്ങിയവ മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. സംസ്കരിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക. സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപയോഗം പരമാവധി പരിമിതപ്പെടുത്തുക. അത്തരം ഭക്ഷണങ്ങളിൽ കൃത്രിമ മധുരവും അനാരോഗ്യകരമായ കൊഴുപ്പും കൃത്രിമ ചേരുവകളും ധാരാളം ഉണ്ടാകും. ഇവ വീക്കം ഉണ്ടാകുകയും സ്ട്രെസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സംസ്കരിക്കാത്ത ആഹാരങ്ങൾ കഴിവതും ശീലമാക്കുക. വെള്ളം കുടിക്കുക. നിർജ്ജലീകരണം സ്ട്രെസ്സും ക്ഷീണവും ഉണ്ടാക്കും. ദിവസം മുഴുവനും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മധുരപാനീയങ്ങൾ കുടിക്കുന്നത് കുറയ്ക്കുക. വെറും വെള്ളവും ഔഷധ ചായകൾ എന്നിവ കുടിക്കുക. മനസ്സറിഞ്ഞ് കഴിക്കുക. കഴിക്കുമ്പോൾ വാരി വലിച്ച് കഴിക്കാതെ വളരെ പെതുക്കെ കഴിക്കുന്ന ഭക്ഷണത്തിലും രീതിയിലും ശ്രദ്ധിച്ചുകൊണ്ട് കഴിക്കുക. ഭക്ഷണം പൂർണ്ണമായും ചവച്ചരച്ച് കഴിക്കുക. കഴിക്കുമ്പോൾ മറ്റൊരു കാര്യവും ചെയ്യാതിരിക്കുക. വിശപ്പ്, വയറു നിറയൽ എന്നിവ പോലെ ശരീരം നൽകുന്ന സൂചനകൾ കൃത്യമായും തിരിച്ചറിയുക. ഇത് സ്ട്രെസ് കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്തുകയും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. മദ്യവും കഫീനും നിയന്ത്രിക്കുക. കുറഞ്ഞത് മുതൽ മിതമായ തോതിൽ വരെ കഫീനും മദ്യവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും അമിതമായി ഇവ കഴിച്ചാൽ സ്ട്രെസ് ഉണ്ടാകും, ഉറക്കം തടസ്സപ്പെടും, കുടവയർ കുറയ്ക്കുന്നതിന് പ്രയാസകരമാകും. അതുകൊണ്ട് തന്നെ നിർബന്ധമാണെങ്കിൽ വളരെ കുറഞ്ഞ തോതിൽ മാത്രം ഉപയോഗിക്കുക. പറ്റുമെങ്കിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുക. അത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. വണ്ണവും സ്ട്രെസ്സും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.